സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ നിർണായകമായ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ്. കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ജോസ് കെ മാണിയുണ്ട്, മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്, ജോബ് മൈക്കിളുണ്ട്, സെബാസ്റ്റ്യൻ കളത്തിങ്കലുണ്ട്, പ്രമോദ് നാരായണനുണ്ട്. അങ്ങനെ നേതാക്കളെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ്. ഇടതിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് നേതാക്കൾ എല്ലാവരും പറയുന്ന കാര്യം. ഇനി ജോസ് കെ മാണി എന്ത് പറയും? കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുകയാണ് കേരളം. കേരള കോൺഗ്രസ് എം മുന്നണി മാറുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ, ചർച്ചകൾ വളരെ സജീവമാണ്. പക്ഷേ അവരുടെ മുന്നിൽ എന്തുകൊണ്ട് ഇടതിൽ നിന്ന് വലതിലേക്ക് എന്നുള്ളൊരു ഉത്തരം പോലും പറയാനുണ്ടാകില്ല എന്നൊക്കെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കൂ, ചോദിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടത് മുന്നണി വാരിക്കോരി കൊടുത്തിരുന്നു. പക്ഷേ നിലം തൊട്ടില്ല തദ്ദേശത്ത്. എന്നിട്ടും ഇനി മുന്നണി മാറുകയാണെങ്കിൽ അത് പറഞ്ഞു നിൽക്കാൻ പോലും ഒരു കാരണമുണ്ടാകില്ല എന്നുള്ള വിലയിരുത്തലുകളൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. എന്തായാലും ജോസ് കെ മാണി പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർണായകമായ യോഗമാണ്. വൈകിട്ട് 4 മണി വരെയാണ്. നമ്മുടെ ഇന്നത്തെ അജണ്ട കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ തലത്തിൽ ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കൂടി അത് വിലയിരുത്തിയെങ്കിലും സംസ്ഥാന തലത്തിൽ അതൊന്ന് കൂടേണ്ടതുണ്ട്. ഇപ്പം ജില്ലാ തലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലുണ്ട്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലാ ജാഥകളും ഉണ്ട്. ഓരോ 3 പ്രദേശങ്ങളിലുള്ള ആ ജാഥയെപ്പറ്റി സംസാരിക്കാനുണ്ട്. മറ്റ് അജണ്ടകളുമുണ്ട്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ചർച്ച ചെയ്യണോ? അല്ല, ഞാൻ ചോദിച്ചത് അജണ്ട സാധാരണ തീരുമാനിക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ മീഡിയ അജണ്ട ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെപ്പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും. അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മീഡിയ ഇത് കഴിഞ്ഞതിന് ശേഷം കാണും, നമുക്ക് കാണാം. ഓക്കെ. ജോസ് കെ മാണി 3 വരികളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒതുക്കി. നിർണായകമായ യോഗമാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ജോസ് കെ മാണി പറയുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോഴും അഭ്യൂഹങ്ങളാണ്, അതിലപ്പുറം വസ്തുതയൊന്നുമില്ല ഈ മുന്നണി മാറ്റം സംബന്ധിച്ച് കേൾക്കുന്ന വിവാദങ്ങൾക്കെന്നല്ലേ? ഹലോ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. മുന്നണി മാറ്റം എന്നുള്ള അതൊരു അടഞ്ഞ അധ്യായമാണ് എന്നല്ല, അത്തരമൊരു ചർച്ച പോലും തുറക്കാത്ത ഒരു പുസ്തകമാണ് എന്നായിരുന്നു ജോസ് കെ മാണിയുടെ വാക്കുകൾ. അത്തരത്തിൽ തുറക്കാത്ത ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. അഥവാ ആരെങ്കിലും ആ ഒരു പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് അടച്ചുകൊള്ളട്ടെ. അതായത് കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റം എന്നൊരു വിഷയം സംസാരിച്ചിട്ടില്ല, പുറത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് മറുപടി പറയേണ്ട സാഹചര്യമില്ല എന്നുള്ള വാക്കുകളാണ് ജോസ് കെ മാണിയിൽ നിന്ന് ഉണ്ടായത്. നേരത്തെ പാർട്ടി MLA-മാരും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മറ്റ് ഏതെങ്കിലും കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അത് എന്തിന് തങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ UDF ആയിരിക്കാം ഇത്തരമൊരു പ്രചരണത്തിന് പിന്നിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തൽപര കക്ഷികളായിരിക്കാം. എന്തായിരുന്നാലും തങ്ങളിൽ നിന്ന് ഉണ്ടായ ഒന്നല്ല എന്ന് കേരള കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലും ജോസ് കെ മാണി ഏതാണ്ട് സമാനമായ വാചകങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മിനിയാന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ന് അല്പം കൂടി കൃത്യതയോടെ പറഞ്ഞിരിക്കുന്നു, കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നണി മാറ്റം എന്നൊരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല, അത്തരമൊരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആരോടെങ്കിലും അത്തരമൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് പാർട്ടി MLA-മാരടക്കം അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചത്. അതേസമയം പാർട്ടി ഓഫീസിൽ നിന്ന് ഏതാണ്ട് 50 വാര മാറി
വാഹനത്തിൽ നിന്ന് ഇറങ്ങി MLA-മാർക്കൊപ്പം നടന്നു വരികയാണ് ജോസ് കെ മാണി ചെയ്തത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതായത് എല്ലാവരും ഒരുമിച്ചുണ്ട്, ഒറ്റക്കെട്ടാണ്, ഒരേ ഒരു അഭിപ്രായം തന്നെ മാത്രമേ കേരള കോൺഗ്രസ് എമ്മിന് ഉള്ളൂ എന്ന് ആളുകളെ അറിയിക്കാൻ കൂടി വേണ്ടിയാവാം സാധാരണ പാർട്ടി ഓഫീസിൽ ഇവിടെയാണ് അദ്ദേഹം വാഹനത്തിൽ വന്നിറങ്ങുന്നത്. ഇന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് 50 വാര മാറി സ്റ്റാർ ജംഗ്ഷനിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി MLA-മാർ ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർക്കൊപ്പം നടന്ന് പാർട്ടി ഓഫീസിലേക്ക് വരികയായിരുന്നു. ഒപ്പം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ MLA-മാരെയും മറ്റ് മുതിർന്ന നേതാക്കളെയും ജോസ് കെ മാണി തന്നെ നിരയായി നിർത്തുകയും അല്ലെങ്കിൽ വീഡിയോയിൽ എല്ലാവരും വരത്തക്ക വിധത്തിൽ അദ്ദേഹം തന്നെ ക്രമീകരിച്ച് നിർത്തുകയും ഒക്കെ ചെയ്തു. പാർട്ടിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, പാർട്ടി ഒറ്റക്കെട്ടാണ്. അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള മറുചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അതായത് ചില കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അജണ്ടയാണ് ഇത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് തങ്ങൾ എന്തിന് ചർച്ച ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ജോസ് കെ മാണിയിൽ നിന്നുണ്ടായത്. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു കാര്യം ഉറപ്പിക്കാം, മുന്നണി മാറ്റം സംബന്ധിച്ച് സുപ്രധാനമായ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഒന്നും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം അത് വിശകലനം ചെയ്യുകയാണ് പ്രധാന അജണ്ട. ഒരുപക്ഷെ ചെയർമാൻ അനുവദിക്കുന്ന മറ്റു വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തേക്കാം. ഇത്രമാത്രം വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ വിശദീകരണം വേണമെന്ന് ഒരുപക്ഷെ ചില അംഗങ്ങളെങ്കിലും ആവശ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചർച്ച ആവശ്യപ്പെട്ടേക്കാം. ഒന്നുകിൽ നിലവിൽ അത് അപ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അത്തരമൊരു ചർച്ച നടന്നാൽ അത് മറ്റ് അഭിപ്രായങ്ങൾ അതിൽ ഉണ്ടാവാം. അതായത് മോശമായ ഒരു അഭിപ്രായമായിരിക്കാം അക്കാര്യത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ചർച്ചയെ ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടായിരിക്കാം ചെയർമാൻ സ്വാഭാവികമായും തീരുമാനിക്കുക. അതല്ലെങ്കിൽ ഇത്തരമൊരു വിവാദം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF ഉറച്ചു നിൽക്കുമെന്നാണ് ജോസ് കെ മാണി മുതൽ ഇങ്ങോട്ട് എല്ലാ നേതാക്കളും പറയുന്നത്. നമ്മുടെ പാർട്ടിയുടെ മുൻകാല നേതാവും എംപിയും പാർട്ടി ഓഫീസ് ജനറൽ സെക്രട്ടറിയും ഒക്കെയായിട്ട് തോമസ് കുതിരവട്ടം നിര്യാതനായി. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങാൻ പോവുകയാണ്. ഒരു തരത്തിലുള്ള ഈ പുറത്തേക്ക് വരുന്ന ഒരു ചർച്ച അഭ്യൂഹങ്ങൾക്ക് ഒരു തരത്തിലുള്ള വസ്തുതയുമായി ബന്ധമില്ല, അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല, അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. ആ പുസ്തകത്തിന്റെ താളുകൾ മറച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പുസ്തകമേ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ജോസ് കെ മാണി പറയുന്ന കാര്യം. റോഷി അഗസ്റ്റിനും അത് തന്നെ ആവർത്തിച്ചു പറയുന്നു. ഒരു തരത്തിലുള്ള സമ്മർദ്ദം പോയി തനിക്ക് രക്തസമ്മർദ്ദം പോലും ഇല്ല, താൻ ഇന്ന് രാവിലെ പരിശോധിച്ചു എന്നുള്ളതാണ് റോഷി പറയുന്നത്. അപ്പോൾ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്നതെല്ലാം വസ്തുതാവിരുദ്ധമാണ്, അഭ്യൂഹങ്ങൾ മാത്രമാണ്, ആരോ പ്രചരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ ഒന്നടങ്കം വന്ന് പറയുന്നത്. ഇറങ്ങാൻ പറ്റുന്നില്ല. മാറ്റിക്കോട്ടെ, ഇവിടെ നിൽക്കുന്നുണ്ടോ? മാറ്റിക്കോട്ടെ, ജോസേ മാധ്യമങ്ങൾ ദയവ് ചെയ്ത് മാറി തരണം. അതിനുശേഷം നമുക്ക് പത്രസമ്മേളനം യോഗം തുടങ്ങുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടരുകയാണ്. പ്രദീപ് ജോസഫ്, പ്രദീപ് പറയൂ.
മുന്നണി മാറ്റം എന്നൊന്ന് കേരള കോൺഗ്രസ് എം ചർച്ച ചെയ്തിട്ടേ ഇല്ല. അത്തരത്തിൽ ഒന്ന് പാർട്ടിയുടെ അജണ്ടയിലുമില്ല എന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് കയറും മുൻപ് വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഇല്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഒരുപക്ഷേ ഇക്കാര്യം വ്യക്തമാക്കാൻ കൂടി വേണ്ടിയാകാം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഏതാണ്ട് 50 മീറ്റർ മാറി അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി പാർട്ടിയിലെ 5 MLA-മാരെയും ചേർത്ത് ഒരുമിച്ച് ചേർന്ന് നടന്നാണ് പാർട്ടി ചെയർമാനും MLA-മാരും മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരും പാർട്ടി ഓഫീസിലേക്ക് എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപായി ഈ MLA-മാരെയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ തൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബൈബിൾ വചനമാണ് ഉദ്ധരിച്ചത്. എന്നാൽ ഇന്ന് പറഞ്ഞത് ഇത്തരത്തിൽ മുന്നണി മാറ്റം എന്നൊരു പുസ്തകം കേരള കോൺഗ്രസ് എം തുറന്നിട്ടില്ല, അങ്ങനെ ഒരു അധ്യായം കേരള കോൺഗ്രസ് എം തുറന്നിട്ടില്ല. ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് അടച്ചു വയ്ക്കട്ടെ. അതായത് പാർട്ടി അത്തരമൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അതിനു മുൻപ് സംസാരിച്ച മറ്റ് MLA-മാരും, അതായത് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 5 MLA-മാരും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞതും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത്തരത്തിലൊരു ചർച്ച പാർട്ടിയിലെങ്ങും ഉണ്ടായിട്ടില്ല. ചില കേന്ദ്രങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാകാം. അത് ഒരുപക്ഷെ UDF കേന്ദ്രങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന വാർത്തയാവാം. എന്തായിരുന്നാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് അത് വലിയ രാഷ്ട്രീയ മൈലേജ് നൽകുകയാണ് ചെയ്തത്. അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. മുന്നണി മാറ്റം എന്നുള്ളത് ഒരു അസംബന്ധം എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിച്ചത്. അതേസമയം മന്ത്രിയുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചതായി ചില വാർത്തകൾ വന്നിരുന്നു. മുഖ്യമന്ത്രി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്, MLA-മാരോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയത്. മറ്റ് MLA-മാരായ പ്രൊഫസർ N ജയരാജും പ്രമോദ് നാരായണനും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ജോബ് മൈക്കിളും ഉൾപ്പെടെയുള്ളവരും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പ്രചരിക്കുന്ന കാര്യങ്ങളിൽ പലതും അവാസ്തവമാണ്. അതേസമയം മുന്നണി മാറ്റത്തിന് സഭകളുടെ സമ്മർദ്ദമുണ്ട് എന്ന് താൻ പറഞ്ഞതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നുവെന്ന് പ്രമോദ് നാരായണൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം തികച്ചും വസ്തുതാവിരുദ്ധമാണ്. താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേയില്ല. കഴിഞ്ഞ ദിവസം മകരവിളക്കുമായി ബന്ധപ്പെട്ട് താൻ ശബരിമലയിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വാർത്തയ്ക്ക് വിശദീകരണം നൽകാൻ അല്പം വൈകിയത്. മറ്റൊരു കാര്യവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രമോദ് നാരായണനും വിശദീകരിച്ചു. രാവിലെ സാമൂഹിക മാധ്യമത്തിലൂടെയും അദ്ദേഹം ഇതേ വിശദീകരണം തന്നെ നൽകിയിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നായിരുന്നു MLA-മാർ ഒരുമിച്ച് ചേർത്തുള്ള വാർത്താ സമ്മേളനം എന്ന് പറയാനാവില്ല. എങ്കിലും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി വിവരങ്ങൾ നൽകിയത്.